നമസ്കാരം. ഓം ഹലായുധായ വിദ്മഹേ ഫലദേവായ ധീമഹി തന്നോ ബാലഭദ്ര പ്രചോദയാത്. ബലഭദ്രസ്വാമിയുടെ മഹിമ പ്രധാനമായി വിവരിക്കുന്നത് ഭാഗവത പുരാണം, മഹാഭാരതം, ഹരിവംശം തുടങ്ങിയ ഗ്രന്ഥങ്ങളിലാണ്. അവയിൽ ഭഗവാനെ ഹലായുധൻ, സംകർഷണൻ, ബാലദേവൻ എന്നിങ്ങനെ പല നാമങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുരാണപ്രകാരം ബലരാമൻ ആദ്യം ദേവകിയുടെ ഗർഭത്തിലായിരുന്നു. പിന്നീട് ദിവ്യശക്തിയാൽ രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റപ്പെട്ടു. അതുകൊണ്ട് ഭഗവാനെ വസുദേവൻ്റെയും രോഹിണിയുടെയും പുത്രനായി ജനിച്ചു. ശ്രീ ബലഭദ്രൻ, മഹാബലം കൊണ്ട് മഹാനായവൻ. മഹാബലം എന്നത് ഇവിടെ കൈവശമുള്ള ശാരീരിക ശക്തിയെ മാത്രം സൂചിപ്പിക്കുന്നതല്ല. ശാരീരിക ശക്തിയുടെ പ്രതീകമെന്നതിലുപരി ധാർമ്മിക ബലത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും പ്രതിനിധിയാണ് ശ്രീ ബലഭദ്രസ്വാമി. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മൂത്ത സഹോദരൻ, മഹാവിഷ്ണുവിൻ്റെ അവതാര പരമ്പരയിൽ ശേഷനാഗൻ്റെ അവതാരം, ഭീമനും ദുര്യോധനനും ഗദായുദ്ധം പഠിപ്പിച്ച ഗുരു, ശക്തി, ധർമ്മനിഷ്ഠ, കൃഷി സംസ്കാരം, ഭൂമിയുമായി ബന്ധം എന്നിവയുടെ പ്രതീകം. ഹല മുസല ഹസ്തായ നമസ്തേ ധരണീധര, കലപ്പയും ഗദയുമാണ് ആയുധം. ഓം നമോ ബാലഭദ്രായ ശ്വേതവർണായ ധീമതേ, വെളുത്ത നിറം സൂചിപ്പിക്കുന്നത് ശുദ്ധതയും ശക്തിയും. വാഹനം പാമ്പാണ്. ചിഹ്നം ശേഷനാഗബന്ധം. ഭഗവാന്റെ അനേക ഗുണങ്ങളിൽ മുഖ്യമായും ക്ഷമ, ന്യായം, ശരീരശക്തി, ധാർമ്മികത എടുത്തു പറയേണ്ടതാണ്. സംകർഷണ മഹാബാഹോ രേവതി ഹൃദയേശ്വര, ഭക്താനാം അഭയം ദാത പാഹിമാം ബലദേവ പ്രഭു. നാഗശയ്യാവതാരസ്ത്വം ധർമ്മ സംസ്ഥാപകോ വിഭോ, കൃഷ്ണാനുജപ്രിയ ബന്ധോ മാം രക്ഷസ്വജനപ്രിയ. കയ്യിൽ ഹലവും മുസലവും ധരിച്ച് ഭഗവാൻ ഭൂമിയുടെ സംരക്ഷകനായി, സത്യത്തിൻ്റെ രക്ഷകനായി, ദുഷ്ടതയുടെ നാശകനായി നിലകൊള്ളുന്നു. അതുകൊണ്ടാണ് ഭക്തർ ഭഗവാനെ മഹാബലം കൊണ്ട് മഹാനായവൻ എന്ന് വണങ്ങുന്നത്. ശക്തി വിനയത്തോടും ധർമ്മത്തോടും ചേരുമ്പോൾ അത് ദൈവികമാകുന്നു എന്ന് ജീവിതം കൊണ്ട് നമുക്ക് മനസ്സിലാക്കി തന്ന അവതാരം. ഭഗവാൻ ബലരാമൻ്റെ ജീവിതകഥ നമ്മെ പഠിപ്പിക്കുന്നത്, ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, ശക്തി അഹങ്കാരത്തിനല്ല, സംരക്ഷണത്തിനാണ്. ബലം അധർമ്മത്തിനല്ല, ധർമ്മത്തിനാണ്. ഭഗവാനെ സ്മരിക്കുന്നവർക്ക് മനസ്സിൽ ധൈര്യം, ജീവിതത്തിൽ സ്ഥിരത, പ്രവർത്തനത്തിൽ നിഷ്ഠ, ഹൃദയത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. തളിപ്പറമ്പിൽ നിന്ന് 7 കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പൂമംഗലത്തിനടുത്ത് മഴൂർ എന്ന മനോഹരമായ ഗ്രാമത്തിലെ ഒരു അതുല്യ ക്ഷേത്രമാണ് മഴൂർ ശ്രീ ധർമ്മിക്കുളങ്ങര ബലഭദ്രസ്വാമി ക്ഷേത്രം. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെപ്പറ്റി സൂചിപ്പിച്ച ഒരു വീഡിയോ ഉണ്ട്. കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നവർ ആ വീഡിയോ കാണുക. മാർച്ച് 6 ആരംഭിക്കുന്ന പ്രസിദ്ധമായ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം ഉത്സവത്തിന് മുന്നോടിയാണ് മഴൂർ ബലഭദ്ര ക്ഷേത്രോത്സവം നടക്കുന്നത്. എല്ലാ വർഷത്തെ പോലെ ഈ വർഷത്തെ ഉത്സവാഘോഷവും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ഫെബ്രുവരി 26 ആരംഭിക്കുകയാണ്. ഭാഗവതശ്രീ പെരികമന ശ്രീധരൻ നമ്പൂതിരി അവർകളാണ് ഇത്തവണത്തെ ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ ആചാര്യൻ. കലിയുഗത്തിൽ മനഃശാന്തിക്കും മോക്ഷപ്രാപ്തിക്കുമുള്ള ഏക മാർഗം ഈശ്വരനാമജപവും ശ്രീമദ് ഭാഗവത ശ്രവണവുമാണ്. 18 പുരാണങ്ങളിൽ പ്രഥമ സ്ഥാനത്തുള്ള ഭാഗവതം കലിയുഗത്തിൽ മനുഷ്യർക്കുണ്ടാകുന്ന ദുഃഖത്തെ നശിപ്പിച്ച്
അമൃതത്തെ പ്രദാനം ചെയ്യുന്നു എന്നാണ് വിശ്വാസം, നമ്മുടെ അനുഭവവും. സർവവേദാന്തസാരമായ ഈ ഗ്രന്ഥത്തിലെ ഓരോ ശ്ലോകങ്ങളും ഈശ്വരമന്ത്രങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഭാഗവതം വായിക്കുന്നതും ശ്രവിക്കുന്നതും പരമപവിത്രമായി കണക്കാക്കപ്പെടുന്നു. അതിവിശിഷ്ടമായ ഭാഗവത സപ്താഹ യജ്ഞത്തിലേക്കും ഗണപതി ഹോമം, ശ്രീ വിഷ്ണു സഹസ്രനാമ പാരായണം എന്നിവയിൽ മുഴുവൻ സമയവും പങ്കെടുത്ത് ജീവിതം ധന്യമാക്കണമെന്ന് ഭക്തി ആദരവപൂർവം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതുകൂടാതെ 7-ാം ദിവസം മാർച്ച് 5-ന് ക്ഷേത്ര ചുറ്റമ്പലത്തിൽ കരിങ്കൽ പാകിയത് ഭാഗവത വാചസ്പതി ശ്രീ സുബ്രഹ്മണ്യൻ നമ്പൂതിരി അവർകൾ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്ന ചടങ്ങുമുണ്ട്. ഈ കരിങ്കൽ പാകിയ ശില്പി ശ്രീ മനോജ് അവർകളെ ആദരിക്കുന്നുണ്ട്. തുടർന്ന് ക്ഷേത്രകലാ അക്കാദമി യുവപ്രതിഭ പുരസ്കാര ജേതാവ് കൂടിയായ കലാമണ്ഡലം ശ്രീനാഥിൻ്റെ ചാക്യാർകൊത്ത്. ഒരിക്കലും ഇതൊന്നും മിസ് ചെയ്യരുത്. മാർച്ച് 6-ന് ചെറുതാഴം വിഷ്ണുരാജ് മാരാറിൻ്റെ തായമ്പകയുമുണ്ട്. ഗംഭീരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാട്ടുകാർക്കും ഭക്തർക്കും ഉത്സവാഘോഷ കമ്മിറ്റിയിലെ എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സ്വന്തം വിജയ് നീലകണ്ഠൻ.